നമ്മളിന്ന് ബ്രോഡ്വേയിൽ കറങ്ങാൻ പോയിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ പാം ട്രീ എന്ന് പറഞ്ഞിട്ടൊരു ഡ്രൈ ഫ്രൂട്ട് ഷോപ്പുണ്ട്. അവിടെ മറ്റേ എന്താണ് മസാലകളും അങ്ങനത്തെ ഒറിജിനൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയാണ്. പാം ട്രീ മേത്തർ ബസാറിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കിവി വാങ്ങിച്ചു. കിവി 50 ഗ്രാമിന് 35 രൂപ. ഞാൻ മാത്രമേ കഴിക്കുള്ളൂ, അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചു. പിന്നെ നമ്മൾ ക്യാൻഡി വാങ്ങിച്ചു. തായ്ച്ചു ക്യാൻഡി എന്ന് പറഞ്ഞിട്ടൊരു ക്യാൻഡി വാങ്ങിച്ചു. ഇതിന് 100 ഗ്രാമിന് 54 രൂപ. ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു രസത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വാങ്ങിച്ചത് പാം ട്രീയിൽ നിന്ന് തന്നെ മക്കാന വാങ്ങിച്ചു. 100 ഗ്രാമിന് 189 രൂപ. ഇത് കഴിച്ചു കാണിക്കണ്ടേ? കഴിച്ചു കാണിക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് നമുക്ക് കഴിച്ചാൽ നല്ല ടേസ്റ്റുണ്ട്. പ്രധാനമായിട്ട് ഇത് വാങ്ങിക്കാനാണ് പോയത്. നിങ്ങൾ കണ്ടുണ്ടാവും. ഇത് കറുകപ്പട്ട. ഇത് മെഡിസിനൽ ഉപയോഗമാണ്. സിനമൺ, ഇതാണ് ഒറിജിനൽ സിനമൺ. അത് വേറൊരു രാജ്യത്തു നിന്ന് കൊണ്ടുവന്ന സിനമണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രൈസും കൂടുതലാണ്. ഇതിൻ്റെ വില 2490 കിലോയ്ക്ക്. അപ്പോൾ ഞാൻ വാങ്ങിച്ചതിന് 189 രൂപ. 75 ഗ്രാമുണ്ട്. അപ്പോൾ ഇത് ഷുഗറൊക്കെ പെട്ടെന്ന് കുറഞ്ഞു പോകും കേട്ടോ. ഇതുകൂട്ട് വെള്ളം തിളപ്പിച്ച് കഴിച്ചാൽ ചായയിലൊക്കെ ഇടാനായിട്ട് ടേസ്റ്റാണ്. നമ്മുടെ തടി പോലെ ഇരിക്കുന്ന നമ്മൾ ബിരിയാണിയിലേക്ക് ഇടുന്ന പോലത്തെ കറുകപ്പട്ടി ഉണ്ടല്ലോ, അതിനേക്കാളും ബെസ്റ്റാണിത്. ടേസ്റ്റും കൂടുതലായിരിക്കും, വിലയും കൂടുതലാണ്. അപ്പോൾ ഇത് നോക്കാൻ വേണ്ടി പോയതാണ്, പക്ഷേ ഇത് ആദ്യം തന്നെ കിട്ടി. അപ്പോൾ അത് വെച്ചു. പിന്നെ നമ്മൾ നെല്ലിക്കല്ല, ജിഞ്ചർ കാൻഡി കണ്ട. നല്ല ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടില്ലേ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയിട്ട് ഉണ്ടാകുമ്പോഴാണ്. ഇപ്പം പോരുന്ന വഴിക്ക് ഞാനൊരു കരിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് പോകുന്നു. അതായിരുന്നു എൻ്റെ ഭക്ഷണം. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ സ്മൂത്തി ആയിരുന്നു. അതിന് ഒരു കരിപ്പട്ടി ശർക്കര വാങ്ങിച്ചു. കാപ്പിയിൽ ഉണ്ടാക്കി കുടിക്കാതാണ്. നല്ല ഒരു കരിപ്പട്ടി. ഇനി 96 രൂപ. അത്ര ഗ്രാമാണ്. 400 ഗ്രാമുണ്ട്. നല്ല വിലയുണ്ട്. 400 ഗ്രാം കരിപ്പട്ടിക്ക് 96 രൂപ. പിന്നെ പിസ്ത വാങ്ങിച്ചു. പിസ്ത 100 ഗ്രാമിന് 151 രൂപ. പിസ്ത ഇപ്പോൾ പൊട്ടിക്കാല്ലേ? പിന്നെ പൊട്ടിച്ചു നോക്കാം. അവിടെ പൊട്ടിച്ചതൊക്കെ ഇരിപ്പട്ടായിരുന്നു. പൊട്ടിച്ചതൊന്നും ഞാൻ വാങ്ങിച്ചില്ല. ഇങ്ങനെ പൊളിച്ചു ഞാൻ.